പിറ്റേന്ന് മുതൽ ബിയും സുഹൃത്തുക്കളും വീഡിയോ ഗെയിംസ് കളിച്ചും സംസാരിച്ചും ചിരിച്ചുമെല്ലാം അവരുടെ ജീവിതം ആസ്വദിക്കുന്നു. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ട് ബി വെളിയിലേക്ക് ചെന്നു. കതക് തുറന്നപ്പോൾ ഡാർവിൻ എന്നു പേരുള്ള ഒരാളായിരുന്നു അത്. അയാളൊരു ഹൈപ്പർ ആക്ടിവിറ്റി നിറഞ്ഞ ആളായിരുന്നു. സൗത്ത് ഹാമൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് കണ്ടതിനെ തുടർന്നാണ് അയാൾ അങ്ങോട്ടേക്ക് അഡ്മിഷൻ എടുത്തത്. എന്നാൽ ബിക്ക് അത് വിശ്വസിക്കാനായില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അഡ്മിഷൻ നടക്കുന്നില്ല എന്ന് ബി പറയുന്നു. പെട്ടെന്ന് ഡാർവിൻ ആ കതക് വലിച്ചു തുറന്ന ശേഷം തന്റെ പുറകിലുള്ള ധാരാളം കുട്ടികളെ കാണിക്കുന്നു. ഇവരെല്ലാം ഇവിടെ അഡ്മിഷൻ എടുത്ത് വന്നവരാണെന്ന് ഡാർവിൻ പറയുന്നു. പെട്ടെന്ന് ബിക്ക് ഇത് വിശ്വസിക്കാനായില്ല. ഈ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ബി ആലോചിച്ചു. ബിയും സുഹൃത്തുക്കളും കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവരെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അവർ ആലോചിക്കുന്നു. ബി ഉടൻ തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കിയ ഷ്രൈഡറിനെ തപ്പി ഹാർമൻ കോളേജിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ബി മോണിക്കയെ വീണ്ടും കാണുന്നു. അവിടെ വെച്ച് മോണിക്കയും ആംബ്രോസും ഡേറ്റിംഗിലാണെന്ന് ബിക്ക് മനസ്സിലായി. ഉടൻ തന്നെ ബി ഷ്രൈഡറിനെ കണ്ടെത്തുന്നു. ഷ്രൈഡറിനോട് താൻ ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ബി പറയുന്നു. ഉടൻ തന്നെ സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ഷ്രൈഡർ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ബിയോട് ചോദിക്കുന്നു. താൻ പറഞ്ഞത് ഒരു ഫംഗ്ഷണൽ അല്ലാത്ത ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാനാണെന്ന് ബി പറയുന്നു. എന്നാൽ ബിയുടെ അച്ഛൻ ഒരു വിഡ്ഢിയല്ല എന്നും അദ്ദേഹത്തെ പറ്റിക്കണമെങ്കിൽ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്നും ഷ്രൈഡർ പറയുന്നു. ഷ്രൈഡർ ഇങ്ങനെ ചെയ്തതിനാലാണ് ഇത്രയും കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുത്തത്. ഇങ്ങനെ വന്ന കുട്ടികളെല്ലാം അവരുടെ ആദ്യ സെമസ്റ്റർ ഫീസായ $10,000 അടച്ചിരുന്നു. ബിയും കൂട്ടുകാരും ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അവസാനം അവർ ഇതെല്ലാം തുറന്നു പറഞ്ഞ ശേഷം അവരെ വീടുകളിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു.